ഗൾഫിന്റെ വിളി തടയാൻ കഴിയാതെ വന്നപ്പോഴാണ് അബൂബക്കർ മാഷ് ലീവ് എടുത്ത് സൗദിയിലെത്തിയത്. മാഷിന് അറബിയിലും ഇംഗ്ലീഷിലുമുള്ള പാണ്ഡിത്യം മറ്റ് മലയാളികൾക്ക് വളരെ പ്രയോജനകരമായിരുന്നു. സ്വന്തം പ്രവാസ ജീവിതം സുഖകരമായിരുന്നുവെങ്കിലും മറ്റുള്ളവരുടെ ദൈന്യമായ അവസ്ഥകൾക്ക് അബൂബക്കർ മാഷിന് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജോലി കിട്ടുന്നത്. പഠനവും ജോലിയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് വളരെ ലക്കി എന്ന് പറയാം ഒരു വിസ. അന്ന് 81 കാലഘട്ടമാണ്. 81 ഒരുവിധ ആളുകളൊക്കെ ഗൾഫിലേക്ക് പോകാൻ തുടങ്ങിയൊരു കാലഘട്ടമാണ്. വളരെ സന്തോഷമായിട്ട് കിട്ടിയപ്പോൾ തൽക്കാലം അന്ന് ഇന്നത്തെ അത്ര ബുദ്ധിമുട്ടില്ല ലീവ് എടുക്കാനൊന്നും. ലീവ് ഐ ഓഫീസിൽ തന്നെ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അത് പാസ്സായി 5 വർഷത്തെ ലീവ് എടുത്ത് ഞാൻ 81 ഹായിൽ, സൗദി അറേബ്യയിലെ ഹായിലാണ് ചെന്നുവിടുന്നത്. ഡിസംബർ മാസം ആയിരുന്നു ഞാൻ ചെന്ന് എത്തിപ്പെടുന്നത്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കേട്ടുകളി പോലും ഇല്ലാതെ തണുപ്പ് അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും സുഖമായിരുന്നു. കാരണം ഭാവിയെ പറ്റിയുള്ള നല്ല പ്രതീക്ഷയാകുമ്പോൾ തണുപ്പൊക്കെ ചൂടായി മാറിയിരുന്നു. അങ്ങനെ അവിടെ നീണ്ട 5 വർഷം ഞാൻ ഹായിൽ, റിയാദ്, ബുറൈദ ഈ സ്ഥലങ്ങളിലൊക്കെ നല്ല ജോലിയായിരുന്നു. കാരണം അറബി നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, ഞാൻ അറബിക്ക് അധ്യാപകനാണ്. അറബി നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളും നേരിടാതെ വളരെ സുന്ദരമായിട്ട്, എൻ്റെ സ്പോൺസർ നല്ലൊരു സ്പോൺസറായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ ഞാൻ ഹജ്ജ് ചെയ്തു. എൻ്റെ ഉമ്മയെ ഹജ്ജിന് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സഹായം ചെയ്തു തന്നു. ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടി. ഒരുപാട് എന്നിൽ നിന്ന് ഒരുപാട് ഉപകാരം അങ്ങോട്ടും കിട്ടി, തിരിച്ച് അദ്ദേഹത്തിന് ഒരുപാട് ഇങ്ങോട്ടും കിട്ടി. അങ്ങനെ ലീവ് തീർന്ന കാരണം ഞാൻ തിരിച്ച് വീണ്ടും വന്ന് ജോയിൻ ചെയ്ത് ആ വിസ അങ്ങനെ നഷ്ടപ്പെട്ടു. കാരണം പെട്ടെന്ന് പിന്നെ തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നപ്പോൾ അങ്ങനെ ലീവൊക്കെ മാറി വീണ്ടും നാട്ടിൽ കുറച്ച് കാലം നിന്നപ്പോൾ ഒരു പത്രപരസ്യം കണ്ട് തിരിച്ചു വന്ന ഒരു എക്സ് ഗൾഫുകാരന് ആയിരിക്കണം അറബിയും ഇംഗ്ലീഷും കൈകാര്യം ചെയ്യേണ്ടതെന്നുണ്ട് ഒരു പേപ്പറിൽ ഒരു കട്ടിങ് കണ്ടു. ഖത്തറിലേക്കായിരുന്നു. ഞാൻ അതിൽ ആ നമ്പറിൽ വിളിച്ചു ബോംബെയിൽ. തിരിച്ച് അവരെന്നെ, അന്ന് എൻ്റെ വീട്ടിൽ ഫോണൊന്നുമില്ല, തൊട്ട വീട്ടിൽ മാമൻ്റെ വീട്ടിലാണ് ഫോണുള്ളത്, അങ്ങോട്ട് വിളിച്ച് ആ നമ്പർ കൊടുത്തിരുന്നു. അവരെന്നോട് ചെല്ലാൻ പറഞ്ഞു. ഒരു ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. കാരണം അറബി എഴുതാനും ഇംഗ്ലീഷ് എഴുതാനും അറബി ഇംഗ്ലീഷും കൈകാര്യം ചെയ്യാൻ കഴിയണം എന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു. ഡ്രൈവിങ്ങും അത് തിരിച്ചു വന്ന ഗൾഫുകാരൻ എന്നുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരുന്നു. 18 പേര് ഞങ്ങൾ ഹാജരായിരുന്നു. അതിൽ 2 ആളെ ആവശ്യമുണ്ടായിരുന്നത്, ഒരു ലേബറേയും ഒരു ഇങ്ങനെ. അതിൽ ആ പോസ്റ്റ് എനിക്ക് കിട്ടി. ഒരു പൈസയ്ക്കും ചിലവില്ലാതെ ഇങ്ങോട്ട് തിരിച്ച് ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ചിലവടക്കം തന്ന് അങ്ങനെ വീണ്ടും ഞാൻ ഖത്തറിൽ പോയി. ഖത്തർ എനിക്കൊരു സ്വപ്നഭൂമിയായിരുന്നു. ഖത്തറിൽ ഞാൻ നല്ല സുഖമായിട്ട് അക്കൗണ്ടൻ്റ് ആയിട്ടായിരുന്നു. അറബി കൈകാര്യം ചെയ്യണം, അതോടൊപ്പം സ്പോൺസറുടെ മക്കളെ ഇവിടെ ചെയ്തിരുന്ന ജോലി തന്നെ ചെയ്യാൻ സാധിച്ചു. മക്കളെ പഠിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടെ ഉണ്ടായിരുന്നു. നന്നായിട്ടൊക്കെ സമ്പാദിക്കാനൊക്കെ സാധിച്ചു. ഫാമിലിയെ കൊണ്ടുവരുന്നു. കുറച്ച് കാലം ഫാമിലി ഞാനൊക്കെ ഒന്നിച്ച് നിന്നു. സുഖകരമായിട്ടുള്ള ജീവിതം ഉണ്ടായത്. പക്ഷേ അവിടുന്ന് എനിക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. സൗദി അറേബ്യയിൽ ഞാൻ ജീവിക്കുന്ന സമയത്ത് എനിക്ക് നല്ല അനുഭവങ്ങളായിരുന്നെങ്കിലും ഒരുപാട് മോശമായ അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എടുത്തു പറയാനുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 1-2 പ്രാവശ്യം പിന്നെ ഈ കടലിലൊക്കെ പോയിട്ട് ആളുകൾ മീൻ പിടിക്കുന്ന സംഘം ഇവിടുത്തെ ഞാൻ സ്വന്തം ചിന്തിച്ചു പോയിട്ടുണ്ട്, എന്തിനായ മനുഷ്യൻ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത്. അത്രയും വലിയ കഷ്ടപ്പാടുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കടലിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ സുഖജീവിതമില്ലാതെ അവിടെ അങ്ങനെ ഒരുപാട് ദയനീയമായ അനുഭവങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്. നമുക്ക് അത്ര അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിലും സത്യത്തിൽ പറഞ്ഞാൽ ഗൾഫിനോട് വന്ന മടുപ്പ് തോന്നുന്ന അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. സാലറി കിട്ടാതിരിക്കുക, അറബികളുടെ ഹറാസിങ്, പിന്നെ ഈ വീട്ടുവേലക്കൊക്കെ നിൽക്കുന്നവർ, ഹൗസ് ഡ്രൈവർമാർ, ഇവർക്കൊന്നും സുഖജീവിതമൊന്നും അല്ല. എല്ലാവരും മൂടി വെക്കുകയാണ്. വെച്ചാൽ 2 അറ്റം കൂട്ടി മുട്ടിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഓവർ ടൈം ചെയ്തിട്ടും അങ്ങോട്ട് പോയിട്ടും ഇങ്ങനെയൊക്കെ ഒരു വല്ലാത്ത അനുഭവങ്ങൾ ഒരുപാട് എനിക്ക് കണ്ടിട്ടുണ്ട്. അതൊക്കെ ദുഃഖമാണ്. ഒരിക്കൽ ആദർശികമായിട്ട് ഞങ്ങളിങ്ങനെ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകും. അപ്പോൾ ഈ GMC വണ്ടി എന്ന് പറയും, വലിയ വണ്ടിയാണ്. അത് ഓടിച്ചിങ്ങനെ പോകുമ്പോൾ ഞാനൊരു കഥ ഇപ്പോൾ അടുത്ത് വായിച്ചു, ആടുജീവിതം ബെന്യാമീൻ്റെ. അതിലൊരു അനുഭവം എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓടുന്ന സമയത്ത് ക്രോസ് ചെയ്തിട്ട് വന്നിട്ട് ഞങ്ങളുടെ വണ്ടി, സത്യം പറഞ്ഞാൽ എന്തോ ഭാഗ്യത്തിന് വണ്ടി ഓടിച്ചിരുന്നത് ഞാനാണ്. എൻ്റെ കഥ കഴിഞ്ഞ ആൾ വന്ന് ശരിക്കുള്ള മേലെ വണ്ടി തട്ടിയെന്ന് പറയാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടു. ഒന്നും ഇയാൾ സംസാരിക്കുന്നൊന്നുമില്ല, സംസാരിക്കാതെ ഞങ്ങളുടെ ഡോറ് തുറന്ന് ഞങ്ങൾ വണ്ടിക്കകത്ത് കയറി ചെയ്ത് ഞങ്ങളും തന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് കൊണ്ടുപോകുന്ന ഞങ്ങളൊരു ടൗണിലേക്ക് എത്തി. അയാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ബെന്യാമീൻ്റെ ആ ആടുജീവിതത്തിലെ നജീബ് തന്നെ അത് ഞാൻ എപ്പോഴും വൈഫായിട്ടത് പറയാറുണ്ടായിരുന്നു. വല്ലാത്തൊരനുഭവം. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ആ മനുഷ്യൻ 9 മാസം കഴിഞ്ഞിട്ടുണ്ട് വന്നിട്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നജീബിൻ്റെ അതേ അനുഭവം. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഞങ്ങൾ
അവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ റൂമിൽ നിർത്തി. എൻ്റെ ജ്യേഷ്ഠനാണ് അവിടെ ഉണ്ട്, ഉന്യാസ മാഷ് എന്ന് പറയുന്ന ആൾ. അന്ന് അവിടെ ഫേമസ് ആയ ആളാണ്. നല്ല ട്രാൻസ്ലേഷനൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ ലേബറിലൊക്കെ ഇയാളെ കൊണ്ട് ഹാജരാക്കി. ഇയാൾ യാതൊരു രേഖകളുമില്ല. തിരിച്ച് ഇവരെ കൂടെ ഞങ്ങൾ ആ സ്ഥലത്ത് പോയി ഇയാളെ കൊണ്ടുപോയി വേഷമൊക്കെ മാറ്റിച്ചപ്പോൾ ഇയാൾ തിരിച്ചറിയില്ല. അങ്ങനെ ഇയാളുടെ സ്പോൺസറെ കണ്ടെത്തുകയും സ്പോൺസറിൽ നിന്ന് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും എനിക്ക് എന്നും ഓർക്കാനുള്ളൊരു അനുഭവമാണ്. അദ്ദേഹത്തിന് 9 മാസം ശമ്പളമല്ല വാങ്ങിച്ചു കൊടുത്തത്, 2 വർഷത്തെ എഗ്രിമെൻറ്റിന് അദ്ദേഹം വന്നതായിരുന്നു. ആ 2 മാസം ശമ്പളം വാങ്ങിച്ചു കൊടുക്കണം, 2 വർഷം ശമ്പളം വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ ആണ് ലേബർ ഓഫീസിലാണ് സംസാരിച്ചത്. കാരണം അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ എഗ്രിമെൻറ്റ് തിരിച്ചു പോകുന്ന ഇയാൾ ആവശ്യമല്ലല്ലോ. അങ്ങനെ അതൊരു നിയമമായിട്ട് തന്നെ വന്നിട്ടുണ്ടോ എന്നൊരു അഭിപ്രായം ഉണ്ടാവും. കാരണം അദ്ദേഹത്തിൻ്റെ ആ എഗ്രിമെൻറ്റ് പ്രകാരം 2 വർഷം ശമ്പളവും അതുപോലത്തെ നഷ്ടപരിഹാരവും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് തിരിച്ചയാൾ മലപ്പുറം മേൽമുറി എന്നുള്ള സ്ഥലത്തുള്ള ആളാണ്. ഇയാളിപ്പോഴും എന്നെ ബന്ധപ്പെടാറുണ്ട്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ ഞങ്ങൾ നീങ്ങി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഗൾഫിലൊരു അനുഭവം. പ്രവാസത്തിന്റെ കയ്പും മധുരവും തിരിച്ചു വന്നവർ ഇടയ്ക്കിടെ അയവിറക്കും. അന്ന് താണ്ടിയ വഴികളും കത്തുന്ന സൂര്യനെയും കുറിച്ച് ആലോചിക്കുമ്പോൾ അത്ഭുതത്തോടെ മാത്രമേ സ്വന്തം കഥകൾ പ്രവാസിക്ക് ഓർക്കാനാവൂ. മടിക്കുത്തിലെ നാണയങ്ങളിൽ അനുഭവങ്ങളുടെ വിയർപ്പ് പറ്റിച്ചേർന്ന് കിടപ്പുണ്ടാവും. വിരലുകളിൽ ആയുധമെടുത്ത് പോരാടിയതിൻ്റെ തഴമ്പും.